നമുക്ക് കുറച്ചു നേരം ഡിസ്കോ ട്രോൾസ് കാണാനുള്ളതൊക്കെ പെൻഡിങ് ഉള്ളത് കുറച്ച് നോക്കി തീർക്കാം. ബ്രോ താങ്ക് യു സോ മച്ച്. എക്സൻ സ്പാരോ ഇതെന്താ? ഒമ്നി എക്സ്പ്ലെയിൻസ് ബ്രോസ് ബിസിനസ്. അതെന്തൊരു വർത്താനോടാ. നമ്മളിങ്ങനെ റീൽസ് കളിച്ചോണ്ടിരിക്കും, അവര് നല്ല ബിസിനസ് ഒക്കെ ചെയ്ത് അവര് വണ്ടികൾ കൂടുതൽ മേടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ റീൽസ് കമന്റ് ഇട്ടും നമ്മൾ റീൽസിൽ മറ്റേ ഇതാക്കിയും നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കും. അവര് അടുത്ത വട്ടം ലംബോർഗിനിക്ക് വരെ അടുത്ത സാധനം എടുക്കും, ഓരോരോരോ പുതിയ പുതിയ സാധനങ്ങൾ എടുക്കും. നമ്മളപ്പോഴും ഒമ്നി വെച്ച് അവരെ പറഞ്ഞോണ്ടിരിക്കും. അതാണ് സംഭവിക്കാൻ പോണത്. കാശുള്ളവന്മാര് എടാ 1 കോടി ഉണ്ടേ അത് 2 കോടിയാക്കും അവര്. നമ്മളിങ്ങനെ ഇരിക്കും ഇതും കണ്ട് ഇതായിട്ടിരിക്കും. എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നമുക്കറിയുള്ളല്ലോ. മൊത്തത്തിൽ ഒരു 5 സീസൺ ആശം അടിച്ചിട്ടുണ്ട് ഞാൻ. അന്ന് എന്റെ എന്ന് പറഞ്ഞാൽ ഒരു വേറെ കേരളത്തിലാണേലും അങ്ങനെ കേരളത്തിൽ പുറത്താണ് ചില പഠിക്കുന്നത്. കേരളത്തിൽ ഒരു ഗുണ്ടേനെ വേറെ ആശം കേട്ടില്ല. മോളിവുഡ് യുദ്ധത്തിങ്കൽ രാമൻ നല്ലു കുലത്തിങ്കൽ സീത നല്ലു. യുദ്ധത്തിങ്കൽ രാമൻ നല്ലു കുലത്തിങ്കൽ സീത നല്ലു. ൂണുറക്കമുപേക്ഷിപ്പാൻ ലക്ഷ്മണൻ നല്ലു. പടയ്ക്കു ഭരതൻ നല്ലു പറവാൻ പൈങ്കിളി നല്ലു. പടയ്ക്കു ഭരതൻ നല്ലു പറവാൻ പൈങ്കിളി നല്ലു. പറക്കുന്ന പക്ഷികളിൽ ഗരുഡൻ നല്ലു. ഇത്രയും പേരല്ല, നമുക്ക് കുറെ പേരുണ്ട്. വേറെ പകത്ത് എവിടെ നമുക്ക് കുറെ ആൾക്കാരുണ്ട്. വേറെ കുറെ ഉണ്ട്. ഈ അങ്ങനെ ഒരു ഈ ഒരു 29 സെക്കൻഡ് വീഡിയോയിൽ കൊള്ളിക്കാൻ പറ്റുന്ന താരങ്ങളല്ലല്ലോ നമുക്കുള്ളത്. നമുക്ക് എന്തോരം ഉണ്ട് വേറെ. മെയിനായിട്ട് ഇതിനകത്ത് ആരും മിസ് ഔട്ട് ചെയ്തതിൽ ഇപ്പം ഭഗത്തിനെ മിസ് ചെയ്തത് ഭയങ്കര ഒരു മിസ്സിംഗ് ആണത്. അപ്പൊ അറിയാതെ വന്നിട്ട് വേണം തനിനാനി തന്നിനാനി തന്നിനാനി താനാനി അങ്ങനെ ലാലു പറഞ്ഞു ഇത് സൂപ്പർ ട്യൂണായി, സൂപ്പർ ഹിറ്റ് ആയിരിക്കും ഈ പാട്ട് എന്ന് പറഞ്ഞു. താനി താനി വിളക്ക് എടുക്കണ ഒരു ഇതാണല്ലോ. ഓട്ടോ ട്യൂണൊക്കെ എവിടെ എന്തിനു വേണമല്ലേ അതൊക്കെ. വെറുതെ ലിറിക്സ് പോലും ഇല്ലാതെ ചുമ്മാ പുള്ളി മറ്റേ താനിന്നാനിന്ന് പറഞ്ഞൊക്കെ അതിന് എന്തൊരു സുഖം. ഇവിടെ വിളക്കെടുത്താൽ പൂവണിയും സ്വപ്നങ്ങൾ. പുള്ളി വായിച്ചിട്ട് പുള്ളികൾ ആകെ ഔട്ട് ഓഫ് മൂഡായി. ഇത് ഇറ്റാക്കണമെങ്കിൽ ഈ ലിറിക്ക് വെച്ച് ഇറ്റാവില്ല. നമ്മളന്ന് പറഞ്ഞില്ലേ ഒരു കഥ പറഞ്ഞ പോലെ പറയണമെന്ന് പറഞ്ഞില്ലേ, അതിന് പറ്റിയ ട്യൂണാണെന്ന് പറഞ്ഞില്ലേ, അത് തന്നെ വേണം ഇതിന്, എന്നാലേ ഇത് ഇറ്റാവുള്ളൂ. നമ്മളെ സൂപ്പർ ലിറിക്കുകൾ അദ്ദേഹം എഴുതും, എന്നിട്ട് എല്ലാം ചവിട്ടുകൊണ്ടേ കളയും. ഞാൻ പറഞ്ഞാൽ ഇത്ര നല്ല ലിറിക്കൊക്കെ ചവിട്ടുകൊണ്ടേ കളയണ അത് അതിലും നല്ല വേറെ വരും. അതാണ് നമ്മളുടെ കിട്ടിയ ഭാഗ്യം. ഈ അമ്പലക്കൽപ്പടവിൽ കഥയിലെ രാജകുമാരി അമ്മോ എന്ത് പാട്ടാ ഇതൊക്കെ. വരമായി പൊന്നോളങ്ങളിൽ 1000 അപ്പൊ അറിയാതെ ഇത് ഇഷ്ടമല്ലാത്ത പാട്ടിൽ ഇഷ്ടമുണ്ടാവും. നീയൊക്കെ ജനിച്ച സമയത്തിന്റെ മിസ്റ്റേക്കാണ്. തന്തവൈവെന്നൊന്നും പറയരുത്. നിന്റെയൊക്കെ ചെറുപ്പത്തില് നിങ്ങൾക്ക് എന്താണോ ഓർമ്മകൾ, നിങ്ങളെ മെമ്മറീസ് നിങ്ങൾക്ക് ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് അത് വേടനാവാം, ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഡാപ്സി ആവാം, ചിലപ്പോൾ നിങ്ങൾക്ക് അത് വേറെന്തെങ്കിലും ആവാം. നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിങ്ങൾ കേട്ട് വരുന്ന സാധനങ്ങളായിരിക്കും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മെമ്മറീസ് ആവണേ. അപ്പോൾ നിങ്ങൾ അതായത് നിങ്ങൾ കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ പാട്ടുകളുടെ രീതി ഇങ്ങനെ ആയിരിക്കത്തില്ല, പാട്ടുകളുടെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കത്തില്ല. അതൊക്കെ മാറുമ്പോൾ അന്ന് നിങ്ങൾ പറയും, നിങ്ങൾ കേട്ടോണ്ടിരുന്ന പാട്ടുകളെ പറ്റി നിങ്ങൾ പുകഴ്ത്തി പറയുമ്പോൾ അന്ന് നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ തന്തവൈവെന്ന് പറയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഫീല് മനസ്സിലാകത്തുള്ളൂ. ഞങ്ങൾ ജനിച്ച സമയത്ത് ഞങ്ങളുടെ ചൈൽഡ്ഹുഡിലും ഞങ്ങളുടെ ത്രൂ ഔട്ട് ദ എൻ്റർടൈൻമെൻറ്റ് ജേണിയിൽ വളരെ ഭാഗമായിട്ടുള്ള കുറച്ച് ആൾക്കാരും കുറച്ച് പാട്ടുകളും കുറച്ച് സിനിമകളുമാണ് നമ്മളിപ്പോൾ എൻജോയ് ചെയ്യണത്. അത് പറയണ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് അത് തന്തവൈവായിട്ടും അതുമായിട്ടൊക്കെ തോന്നും. മനസ്സിലായോ? അത് നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലാകത്തില്ല. ലൈക്ക് ഈ എൻ്റെ ലൈവ് കാണുന്ന ചെറിയ ജനറേഷനിലുള്ള പിള്ളേർക്ക് അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ മനസ്സിലാകത്തുള്ളൂ. സാഹിബിന്റെ കുറെ ഐറ്റം ട്രൈ ചെയ്യണത്തെ വൈര് അത് കണ്ടത്. അയ്യോ
എന്നാ സത്യം ആർക്കും ഇത് മനസ്സിലാവില്ല, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്താന്ന്. അഭിരാം ശിവകി മോറിസ് ബ്രോ, താങ്ക് യു സോ മച്ച് കനഡിയൻ ഡോളർ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അയ്യോ. started as a kitchen scene, ended up as a history. ഇത് ഏത് ഭാഷ? എന്താ ഇത്? വെൽക്കം. വെൽക്കോ? ഇത് മെൽക്കോ ആണ്. ഓഹോ, അങ്ങനെ വായിക്കാമോ? എന്ത് പാടോടെ ഇതൊക്കെ. ഭവാനി ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. മൗനം, സമ്മതം. മുത്തച്ഛന് ആ മസാല ദോശ എന്താ ചെയ്തു? മസാല ദോശ, മദാലസ, മദാസല. അതെ, ഞാൻ തേങ്ങ കൊടുത്തപ്പോഴേ ഒരു പീസ് വെള്ളത്തിൽ പോയതാണ്. സവാള ഗിരി 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 ഗിരി. സവാള ഗിരി 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 ഗിരി. ആഹാ, അച്ചോണ്ട പോലെ തന്നെ. അതെന്താ സാമ്പാറിന് താടി മീശുണ്ടാ? അതാണ് സാധനം. അച്ചേടനെ പോലെ തന്നെ മയില്. സവാള ഗിരി 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 ഗിരി. ആഹാ, അച്ചോണ്ട പോലെ തന്നെ. അതെന്താ സാമ്പാറിന് താടി മീശുണ്ടാ? കൂടുതൽ ഇളക്കല്ലേ. ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. എടോ, താനെങ്ങനെ പോണേ? അപ്പൊ എന്തിനാ ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറയണേ? ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എന്നാ പിന്നെ അത് പറ. കേട്ടില്ല പന്നി. ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എനിക്ക് ടെൻഷൻ ഒന്നും, ഞാൻ എന്റെ 2 കാലും അടുപ്പിൽ വെച്ച് കത്തിക്കിട്ടു. അപ്പൊ നീ പഠിക്കുള്ളൂ. ആ കിണ്ടിന്നാണല്ലേ പറഞ്ഞത്? ഞാൻ കേട്ടത് കുണ്ടിന്നാ. സോറി, തെറ്റിദ്ധരിച്ചു. എന്തോ ഒരു സാധനം. എങ്ങനെയാ മോളെ കഴിക്കാതിരിക്കണേ? സ്നേഹത്തോടെ ഇത്തിരി ആട്ടുംകാട്ടെടുത്ത് ഉണക്കമുന്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നോ? വെറുതെ ഒരു മിനിറ്റ് ഓട്ടെ മോളെ. ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയ പട്ടിണി മാറിക്കിടും. നീ ഒന്ന് എന്തൊക്കെ സാധനമാണല്ലേ എന്റെ അമ്മോ. കൊറേ പടം ഉണ്ടോ. ഇത് മാത്രമല്ല, ഞാൻ പറയാം, നിങ്ങള് മിസ് ഔട്ട് ചെയ്തിട്ടുള്ള സാധനം. ഒന്ന് വെട്ടം, പഞ്ചാബി ഹൗസ്, പിന്നെ ഏതാ, പുലിവാൽ കല്യാണം, പിന്നെ പാണ്ടിപ്പട, ചതിക്കാത്ത ചന്തു. എന്റെ അമ്മോ, ഇങ്ങനെ കുറെ സാധനം ഉണ്ടറാ എന്റെ ആളിയാ. ഇതൊക്കെ ഞാനൊരു കാര്യം പറയാം, നിങ്ങളൊക്കെ അങ്ങനെയാണെന്ന് അറിയത്തില്ല. ചില സമയത്ത് ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ ഓരോ ക്ലിപ്പ് കാണുമ്പോൾ ഞാനിരുന്ന് ഈ പടം കാണാമെന്ന് വിചാരിച്ച് പ്രൈമിലും അതിലൊക്കെ ഇരുന്നിട്ട് ആ സീൻ മാത്രം കാണാനായിരിക്കും ഞാൻ ചിലപ്പോൾ വെക്കുന്നത്. പക്ഷെ ഞാൻ ഫുൾ ഇരുന്ന് പടം കാണും. എന്താ പറയുക, എത്ര വട്ടം കണ്ടാണെങ്കിലും ഞാൻ ഇരുന്ന് വീണ്ടും ആ ഫുൾ പടം കാണും. ഞാൻ കുറേ പടം എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട്, സത്യം പറയാലോ. CID മൂസ്, അയ്യോ സത്യം CID മൂസ് ഒക്കെ സീനാണ്. സീൻ പറക്കുന്തളിക. അയ്യോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, പറക്കുന്തളിക. പ്രൈം ദിലീപ്, അയ്യോ സത്യത്തിൽ ദിലീപിന്റെ എത്ര പടം ഉണ്ടെന്ന് അറിയാമോ? നൈസ് സാധനം, നല്ല കൊള്ളാം. VIP കൊള്ളാം. ഫ്രെയിമാണ് ഇല്ല എങ്ങനെ അളിയാ അത്? ഏത് മറ്റേ വൈറ്റ് കളറിലെ സൈഡിലിരിക്കുന്നത്? ഇത് പേപ്പർ. ഓ, ടേപ്പ് അടിച്ചത്. ടേപ്പ് വലിച്ചിളക്കിയല്ലോ, ഇത് പേപ്പറാണിത്. നിന്നെ എന്റെ പൊന്നെ, നിങ്ങളൊക്കെ ഇല്ലേ, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. അമ്പോ, കിടിലം ബ്രോ, കിടിലം, ഒന്നും പറയല്ലേ. നൈസ്. ഹലോ, ട്രൈ വിത്ത് യുവർ വോയിസ്. ഇതിന്റെ ഡ്യൂറേഷൻ കണ്ടാ അറിയാം ഓമ്പിക്കാനാണ്. നീ വാ പൊളിക്കരുത് പ്ലീസ്. എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് റീൽസിൽ വർക്കൗട്ട് ആവും, പക്ഷെ ഇവിടെ വർക്കൗട്ട് ആവില്ല. കാരണം ഞാൻ എനിക്ക് ഡ്യൂറേഷൻ കാണിക്കും. 7 സെക്കൻഡിൽ എന്തായാലും ഈ പാട്ടിന്റെ ബാക്കി പാടാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ സായിപ്പിന്റെ ആണെന്ന് വിചാരിച്ചു. ഞാൻ വേറെന്തോ വരുവാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് കേട്ടാ, അതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പക്ഷെ തൊണ്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കി ഒന്ന് വന്നായിരുന്നു. നീ വാ പൊളിക്കരുത്. അത് എന്റെ അടുത്ത് വർക്കൗട്ട് ആവാന്ന് വിചാരിച്ചു കേട്ടാ, പക്ഷെ ഡ്യൂറേഷൻ കാണിക്കും ബ്രോ. റീൽസിലായിരുന്നു ഇത് ഏറ്റേനെ. ഈ ന്യൂ ഇയറിൽ ജനിച്ച കുട്ടികൾ, അതായത് 2025 ജനുവരി 1 മുതൽ ജനിച്ച കുട്ടികൾ ഇനി അറിയപ്പെടാൻ പോകുന്നത് ജനറേഷൻ ബീറ്റ എന്നായിരിക്കും. ഇവരിൽ കൂടുതൽ യങ്ങർ മില്ലേഴ്സിന്റെയും എന്റെ പയ്യൻ ജനറേഷൻ ബീറ്റ ആണ്, മനസ്സിലായ? ഓൾഡർ ജെൻസേഴ്സിന്റെയും മക്കളായിരിക്കും.
അതായത് ജനറേഷൻ ബീറ്റയിൽ പെടുന്ന 2025 മുതൽ 2039 വരെ ജനിക്കുന്ന ഇവരിൽ കൂടുതലും 22ാം നൂറ്റാണ്ട് വരെ ജീവിച്ചിരിക്കുന്നവരായിരിക്കും. അതായത് 2100 വരെ. ജനറേഷൻ ബീറ്റയുടെ ലൈഫിന്റെ എക്സ്പെക്ടേഷൻസും അതിനെക്കുറിച്ച് വരുന്ന പ്രൊഡിക്ഷൻസും ഒക്കെ വളരെ രസകരമാണ്. നമ്മുടെ പയ്യന് ബീറ്റ് എന്ന് പേരിട്ടല്ലോ എന്നാ. ഇവരുടേത് ക്യാൻസറിനെ വാക്സിൻ ഉപയോഗിച്ച് ഭേദമാക്കുന്ന ലോകമായിരിക്കാം. ശരീര അവയവങ്ങള് 3D പ്രിന്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന ലോകമായിരിക്കാം അത് ചിലപ്പോൾ. ഓരോ വ്യക്തിയുടെയും ആരോഗ്യ സംരക്ഷണം അവരുടെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള DNA ബേസ് ചെയ്തായിരിക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എപ്പോഴും കൂട്ടിയിട്ടുള്ള വിർച്വൽ റിയാലിറ്റി ഒരു ഗെയിമിംഗിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ക്ലാസ് റൂമായും പ്ലേ ഗ്രൗണ്ടായും വർക്ക് പ്ലേസ് ആയും ഒക്കെ നിലനിൽക്കുന്ന ഒരു ലോകം. AI എന്തായാലും ടീച്ചേഴ്സിനെ റീപ്ലേസ് ചെയ്യും. ഗവൺമെന്റുകൾ ക്യാഷ് പ്രിന്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. കാരണം ജനറേഷൻ ബീറ്റ അത് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. പ്രധാനമായും ജൻബീറ്റ വ്യക്തികൾ ചെയ്യാൻ പോകുന്ന ജോലികൾ നമ്മൾ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള ജോലികളായിരിക്കും. ലോക രാജ്യങ്ങളിലെ വ്യക്തികൾ തമ്മിൽ ഭാഷയുടെ അതിർവരമ്പുകൾ ഒട്ടും തന്നെ ഉണ്ടാവില്ല. ഒരൊറ്റ ക്ലിക്കിൽ ഒന്നിലധികം ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്നവരായിരിക്കും. പറഞ്ഞു വരുന്നത് ജനറേഷൻ ബീറ്റ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള സാധ്യതകളുടെ ജനറേഷനാണ്. വെൽക്കം ടു ദ വേൾഡ് ജൻബീറ്റ. ജൻബീറ്റയുടെ കാലത്തെ പറ്റിയുള്ള നമ്മുടെ ഫ്യൂച്ചർ കാലത്തെ പറ്റിയുള്ള നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യൂ. എടാ അവരെങ്ങനെയായിരിക്കും ആ ജനറേഷൻ എങ്ങനെയായിരിക്കും അല്ലേ അവര് ജീവിക്കാൻ പോണേ? എന്റെ പൊന്നോ, സത്യമാണ്.